കേരളീയത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ പലരും എന്നെ ഫോൺ ചെയ്യുമ്പോൾ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, കാനഡയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അവിടെ സേഫ് ആണോ, എങ്ങനെയാണ് നമ്മുടെ ഇന്ത്യൻ സ്റ്റുഡൻസിനും ഇന്ത്യൻ ആൾക്കാരുടെ ഇടയിലൊക്കെ ഒത്തിരി റേസിസവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ ഇത്രയും നാളും ഞാനൊരു 7-8 വർഷമായിട്ട് കാനഡയിൽ ഇത്രയും നാളിനിടയിൽ ഇതുവരെ അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും ഞങ്ങൾ ആരും നേരിട്ടിട്ടില്ല. ചില ഏരിയയിൽ ചില കമ്മ്യൂണിറ്റികളുടെ ഇടയിലുള്ളൊരു പ്രശ്നം എനിക്ക് തോന്നുന്നു പല മീഡിയ ന്യൂസുകളിലൂടെയും ലോകമെമ്പാടുമുള്ള ആളുകൾ കാണുന്നത് എന്തോ ഒരു വലിയ ഭീകരത കാണുന്നത് പോലെയാണ്. പക്ഷെ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാം സേഫായിട്ട് പോകുന്നു. ഇവിടെ ഹിന്ദു ടെമ്പിളിൻ്റെ ഇടയിലൊക്കെ ചെറിയ പ്രശ്നങ്ങളും പ്രൊട്ടസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ എന്നാലും എവറിത്തിങ് അണ്ടർ കൺട്രോളാണ്. അപ്പം ഒത്തിരി വലിപ്പിച്ച് കാണുന്നത് കൊണ്ട് നമുക്ക് തോന്നുന്നതാണ് ഇവിടെയുള്ള നിങ്ങളുടെ ഫാമിലിയും ഒക്കെ സേഫായിട്ടിരിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് തുടങ്ങാം കേരളത്തിൽ ഇന്നത്തെ എപ്പിസോഡ്. നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് സെഗ്മെൻറ്റ് നാട്ടരങ്ങിൽ ഇന്ന് നമ്മൾ കാണിക്കുന്ന ഒരു ചെറിയ വാർത്താ റിപ്പോർട്ടാണ്. അപ്പോൾ വാർത്താ റിപ്പോർട്ടിനും ഒരു പ്രത്യേകതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ കാനഡയിൽ ടൊറോണ്ടോയിൽ ഭാരതീയ ധർമ്മപ്രചാര സഭയുടെ ആചാര്യനായ ശ്രീനാഥ് കാര്യാട്ട് ഒരു വലിയ ശതചണ്ഡി മഹായാഗം നടത്തിയിട്ടുണ്ടായിരുന്നു. ഇതിനൊരു പ്രത്യേകത എന്ന് പറയുന്ന ഒരു വലിയ യാഗങ്ങളും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ പലർക്കും അറിയാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. വർഷങ്ങൾ തോറും നമ്മൾ എന്താ പറയുക, നോയമ്പ് നോക്കുകയും അല്ലെങ്കിൽ പഠിച്ചെടുക്കുന്ന യാഗങ്ങളും ഒക്കെ അറിഞ്ഞുകൊണ്ട് മാത്രമാണ് ഇത് വീടുകളിൽ ചെയ്യാൻ സാധിക്കും എന്നായിരുന്നു പൊതുവെ. പക്ഷേ അത് അങ്ങനെയല്ല, കുറച്ചൊരു സാക്രിഫൈസും കുറച്ചൊരു എന്താ പറയുക ലേണിംഗ് മെൻറ്റാലിറ്റിയും ഉണ്ടെങ്കിൽ എല്ലാവർക്കും പഠിച്ചു ചെയ്യുകയും വീടുകളിൽ നമുക്ക് എല്ലാവർക്കും സ്വയം ചെയ്യാൻ പറ്റുന്നത്, ഇപ്പോൾ ഭാര്യമാർക്ക് ഭർത്താക്കന്മാർക്ക് വേണ്ടി ചെയ്യുന്നതില്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്ന അവരുടെ നല്ലതിനും ഇതിനു വേണ്ടി ചെയ്യാൻ പറ്റുന്ന യാഗങ്ങളും ധാരാളം യാഗങ്ങളും പൂജകളും നമുക്ക് വീടുകളിലും ചെയ്യാൻ സാധിക്കും എന്നൊരു മെസ്സേജാണ് ഈ ഒരു മഹായാഗത്തിലൂടെ ശ്രീനാഥ് കാര്യാട്ട് നമുക്ക് പറഞ്ഞു തരുന്നത്. ഒത്തിരിയധികം സ്ത്രീകളും ഇതിൽ പങ്കെടുക്കുകയുണ്ടായിട്ടുണ്ടായിരുന്നു. ദേവിയുടെ എഴുന്നള്ളിപ്പും കാലപ്പൊലിയും ചെണ്ടമേളവും ഒക്കെ ആയിട്ടൊരു വലിയൊരു പരിപാടി തന്നെയായിരുന്നു. അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കാണാം അടുത്തതായി. ഭാരതീയമായ ആചാരാനുഷ്ഠാനങ്ങളെ ശാസ്ത്രീയമായി ആചരിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഭാരതീയ ധർമ്മപ്രചാര സഭയുടെ ആചാര്യൻ ശ്രീനാഥ് കാര്യാട്ടിൻ്റെ മേൽനോട്ടത്തിൽ ടൊറോണ്ടോയിൽ ശതചണ്ഡി മഹായാഗം നടന്നു. യാഗവിധികൾ പഠിച്ചാൽ ജാതിമത ലിംഗവർണ്ണ വ്യത്യാസങ്ങളില്ലാതെ ഏവർക്കും യാഗങ്ങളും പൂജകളും ചെയ്യാൻ സാധിക്കും എന്ന മഹത്തായ ഒരാശയമാണ് ഭാരതീയ ധർമ്മപ്രചാര സഭ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ ആശയത്തെ പ്രവർത്തികമാക്കും വിധം കാനഡയുടെ വിവിധ പ്രവിശ്യകളിൽ നിന്നുള്ള 50-ലധികം പേർ 4 മാസമായി ദേവീ മാഹാത്മ്യവും യാഗവിധികളും പഠിച്ച് ഋത്വിക്കുകൾ ആയെന്ന പ്രത്യേകതയാണ് ഈ യാഗത്തിനുള്ളത്. രണ്ട് ദിവസങ്ങളിലായി ടൊറോണ്ടോ ചിന്മയ വേദാന്ത ഹെറിറ്റേജ് സെൻ്ററിലാണ് യാഗം നടന്നത്. ആദ്യ ദിവസം ദേവി മാഹാത്മ്യ പാരായണം നടന്നു.
രണ്ടാം ദിവസം താലപ്പൊലിയുടെയും ചെണ്ടമേളത്തിൻ്റെയും അകമ്പടിയോടുകൂടി ദേവിയുടെ വിഗ്രഹം യാഗശാലയിലേക്ക് എഴുന്നള്ളിച്ചു കൊണ്ടുവന്നു. സനാതനധർമ്മത്തിൽ സ്ത്രീകൾക്കുള്ള സ്ഥാനം ഊട്ടിയുറപ്പിക്കുന്ന വിധത്തിലായിരുന്നു യാഗത്തിൽ ഉടനീളം സ്ത്രീകളുടെ പങ്കാളിത്തം. സ്ത്രീകളായിരുന്നു മുഖ്യ കർമ്മികൾ. ചണ്ഡിക ദേവിയെപ്പോലെ ചുവന്ന പട്ടണിന്ന സ്ത്രീകൾ യാഗത്തിന്റെ മാറ്റുകൂട്ടി. പെൺകുട്ടികൾ ദേവിയുടെ പ്രതീകമാണെന്നുള്ള തത്വശാസ്ത്രത്തിൽ അടിസ്ഥാനപ്പെടുത്തിയുള്ള കന്യകാ പൂജയും നടത്തപ്പെട്ടു. गुरुब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरा गुरु साक्षात् परं ब्रह्म तस्मै श्री गुरवे नमः. गुरुपदद्वन्द्वम् अवाङ्मनसगोचरं रक्तशुक्लप्रभामिश्रम् अदत्यं त्रैपुरं महा. ॐ ऐं ह्रीं श्रीं हसफ्रे हसक्षमलवलयु सहक्षमलवलयी हसौ सहौ स्वरूपण निरूपण हेतवे सौम्या सौम्यदराशेष सौम्येभ्यस्तुति सुन्दरी परापराणा परमा त्वमेव परमेश्वरी एषरिञ्चित्वजित्वस्त सतसत्त्वाभिनात्मिके तस्य सर्वस्य या शक्तिः सा त्वं किलिसूयते तथा. ऐं ॐ स्वाहा ॐ ऐं भगवते सत्प्रथे धर्मधर्मालये नमः. न जाने सम्प्रदानो मे शूरः अस्ति सदा मदः. ऐं ॐ स्वाहा ॐ ऐं महावैरवशय्यातत्कान्तो गानवलस्यते येन मानगदा नित्यं प्रसादनोदने. ऐं ह्रीं क्लीं लोहिनी कन्याम् आवाहयामि. आसनं वाद्यम् अर्घ्यम् आचमनीयं मधुवर्षम्. അതോടൊപ്പം തന്നെ ആൺകുട്ടികളെ പൂജിക്കുന്ന വടുക പൂജയും നടന്നു. ഏറെ പ്രത്യേകതകളോടെ ഭർത്താക്കന്മാർ തങ്ങളുടെ ഭാര്യമാരെ ദേവിയായി കരുതി പൂജിക്കുന്ന സുവാസിനി പൂജയും നടത്തപ്പെട്ടു. ശ്രീ ശ്രീനാഥ് കാര്യാട്ടിനൊപ്പം ശ്രീ ശക്തി ശാന്താനന്ദ മഹർഷിയും യാഗത്തിൽ പങ്കെടുത്തു. ഇവരോടൊപ്പം സുജിത സുരേഷ്, BDPS ദുബായ്, ലേഖ നായർ, BDPS കാനഡ എന്നിവരും യാഗത്തിൽ മുഖ്യ പങ്ക് വഹിച്ചു. അടുത്ത വർഷത്തേക്കുള്ള മഹാലക്ഷ്മി പൂജ ക്ലാസുകളും ദേവി മാഹാത്മ്യം ക്ലാസുകളും ഉടനെ തുടങ്ങുമെന്നും വരും വർഷങ്ങളിൽ കൂടുതൽ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വിപുലമായ രീതിയിൽ ചണ്ഡികാ യാഗം നടത്തപ്പെടുമെന്നും സംഘാടകർ അറിയിച്ചു. സമ്മറിൽ ഇവിടെ സാധാരണ എല്ലാ അസോസിയേഷനുകളിലും ഇല്ലെങ്കിൽ പല കമ്മ്യൂണിറ്റി ഇവൻറ്റ്സിലൂടെ ധാരാളം കലാകാരന്മാർക്കും കലാകാരികൾക്കും ഒക്കെ അവസരം ലഭിക്കാറുണ്ട്. ഈ സമ്മർ എന്ന് പറയുമ്പോൾ ഇവിടെ ഭയങ്കര ഒത്തിരി പരിപാടികൾ ഇല്ലെങ്കിൽ ഒത്തിരി അധികം ആക്ടിവിറ്റീസ് നടക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇടയിൽ ഒത്തിരി പരിപാടികളും ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു അവസരം കിട്ടുക എന്നുള്ളൊരു കാര്യവും കൂടെ ഉണ്ട് ഇതുപോലെയുള്ള
എന്നാൽ അത് അവരെ കുറച്ച് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ കേരളീയ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നും അതുപോലൊരു ഡാൻസ് പെർഫോമൻസുമായിട്ട് വരികയാണ് അടുത്തതായിട്ട്. Double J the rapper and Arcade on the beat. Get it. Story of a casual rapper, never dreamt of flex and swag. I'm a normal man with a 9 to 5. I work so hard, never feel like a bar so hard like Nitro's charger. Time to burn cause again I'm buckle up that gear. Rock, so damn hard to I just blow again, I promise. I exploded with the cloud. I just got your teeth and now this mighty has been the pen of it. Hanging out, how do you feel like this on the hour turns to justice? Right now I'm on the top of the world and looking down at a hater. Dove down here, I work so hard for this. I'm just right now I'm combusting, shifting in the movement. Honestly, keep on hustling and this is what you get for trusting. Put the Lambos and the Rollies, I'm a flex and village. I just put them as a problem. Do you get it? Do you? None of this was possible. Got myself to Paris till I graduate. I bust the I made it look impeccable. I work so hard. 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 Woo! You better know that I kinda wanna blow, but it's fitting in the flow with the double J song. Keep coming like a recommend a record, then I get it, even tell me how I'm breathing. Me is longer than the river Nile, bro. Her legs go up like a Lamborghini doors. I'm the king now. The musical chair, only spit in the musical flow. Give respect, take respect, that's just it. What else you do expect? Too complex to dissect, where my flows are stupendous. To wreck this down that insect. But trust me, it feels so great. I come from the rock bottom up here. Switch your lanes. I spit it myself, I paid my dues. I earned it, now I'm executing. You got no clue what I've been through. I took the risk, I took the few. Same old guy, there's nothing new. What am I bright dreams, even when it was greener other side. Now hit them groups, put the Lambos and the Rollies. I'm gonna flex some religion. I just put them as a prop and do you get it? Do you? None of this was possible. Turn myself to pedestal. I quit the work, I bust the drunk, I made it look impeccable. I work so hard. 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 Yes, sir. How I really made it this far. I work so hard. No one really helps, man. I work so hard. Every day and night of what I do. I work so hard. No one really helps. I work so hard. How you feed your family so much? I work so hard. How you gonna get your whip and drip and work so hard? No one's gonna help me now, man. I work so hard. Yeah, hustle hard. Let's go. നമ്മുടെ ഇന്നത്തെ അടുത്ത സെഗ്മെന്റ് വേറിട്ട കാഴ്ചകൾ. വേറിട്ട കാഴ്ചകളിലൂടെ നമ്മൾ ഒരു വ്യക്തിയെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈനാശു നടക്കാവുകാരൻ. നിങ്ങൾക്ക് ആ പേര് പറയുമ്പോൾ തന്നെ ചെറുതായിട്ട് സുപരിചിതമായിട്ടുണ്ടായിരിക്കും. 27,000 കിലോമീറ്റർ സോളോ ഡ്രൈവറാണ്. അത് 27,000 കിലോമീറ്റർ US സോളോ ഡ്രൈവറായിട്ട് ട്രാവൽ ചെയ്യും, പല പല സ്ഥലങ്ങൾ കാണുകയും ചെയ്ത ഇദ്ദേഹത്തിൻ്റെ കഥകളും ആ ഒരു യാത്രാ വിവരണവും ഒക്കെ നമ്മൾ 2 പാർട്ടായിട്ട് മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇനി കുറച്ച് ഭാഗവും കൂടെ ബാക്കിയുണ്ട്. ഇത് അവസാനത്തെ ഒരു പാർട്ടായിട്ട് കാണിക്കുന്നു നമ്മുടെ ഈ സെഗ്മെൻറ്റിലൂടെ. ഇത്രയും വലിയ ട്രിപ്പ് പോകാനാണെങ്കിലും കൊണ്ട് ഞാൻ ആദ്യമായിട്ടൊന്നും പ്ലാൻ ചെയ്തില്ല. എൻ്റെ വണ്ടിയുടെ ഒരു ടയർ തന്നെ സ്റ്റാൻഡേർഡ് ടയറല്ലായിരുന്നു, സ്മോൾ സൈസായിരുന്നു. ഞാനിതെല്ലാം ആരംഭിച്ചപ്പോൾ മനസ്സിൽ പേടിച്ച് പോയി, എന്തെങ്കിലും സംഭവിച്ചു പോയാൽ എന്തായിരിക്കും, ഇതുപോലത്തെ കണ്ടീഷനിലാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ എന്തോ ഒരു ധൈര്യം കഴിയും. എനിക്ക് പിന്നെ ഒരു ഗുണമുണ്ട്, എൻ്റെ വണ്ടിയെല്ലാം ക്രൈസ്ലർ കമ്പനി കാറാണ്. അപ്പോൾ എവിടെ പോയാലും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർ വിളിച്ച് വരും. പക്ഷേ എന്നാലും മറ്റേ ട്രബിൾസം ഇങ്ങനെ വഴിക്ക് ഇങ്ങനെ പ്രിപ്പറേഷനിലാണ് പുറപ്പെടുന്നത്. ഒരു ഫുട്ട് ലൂസ് എന്ന് പറഞ്ഞില്ലേ, ഫുട്ട് ലൂസ് പോലെയായിരുന്നു നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. ദെൻ ഐ ആഡ് ഓൺ ആൻഡ് ഐ കെയിം ടു എ പ്ലേസ്, ഇവിടെ ബ്രൈസ് കാനിയൻ. അവിടെ ഒരു 2 കനേഡിയൻ കപ്പിള് നോട്ട് മൈ കാർ ലൈസൻസ് പ്ലേറ്റ്.
അവർ സ്നോ ബേർഡ്സാണ് തിരിച്ച് ഇപ്പോൾ എന്നോട് ചോദിച്ചത് എന്താ വയ്യാറിയിട്ടോ ഇത്ര ദൂരം എന്താ പരിപാടി. അപ്പോൾ അവർക്ക് അതിശയം, യു ഹാവ് ടു റൈറ്റ് ഒരു ബുക്ക് എഴുതാൻ പറഞ്ഞു എന്നോട് ഇതിനെ പറ്റിയിട്ടല്ല. അപ്പോഴാണ് ഞാൻ ആലോചിച്ചു തുടങ്ങി ബുക്ക് എഴുതാണമെന്ന്. ബട്ട് ഏറ്റവും വിഷമമുള്ള കാര്യം, നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഞാൻ ചെയ്യുന്ന മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്യാനായിട്ട് ഞാൻ പുറകിൽ ചെല്ലാൻ ബുക്കിൽ എൻ്റെ ഐഡിയാസ് കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ചും നമ്മൾ ഇത് ഫോളിഷാണ് പ്രിപ്പയർ ചെയ്യാൻ ഇത്രയും ലോങ് ട്രിപ്പ് പോകുന്നത്. അത് അപ്പോൾ അന്നും പോലെ ഞാൻ ആലോചിച്ചു. പക്ഷേ ഒരു കുഴപ്പമുണ്ട്, പിന്നെ വേറെ ഒന്നും വേണ്ടത്, നിങ്ങൾക്ക് ഒരു കമ്പാനിയൻ വേണം ഇങ്ങനത്തെ ട്രോക്ക് ട്രിപ്പിന് പോകണമെങ്കിൽ. നിങ്ങൾ ഡ്രൈവ് ചെയ്യും നോട്ട് എടുക്കാനും ഒന്നും സമയമില്ല, പടമെടുക്കാനും സമയമില്ല. ചിലയിടത്തുള്ള ഞാൻ ക്യാമറ കയ്യിൽ പിടിച്ച് ഒരു കൈ സ്റ്റീരിംഗ് വീലിൽ ഓടിച്ച് പടമെടുത്തത്. അപ്പോൾ അതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് കേസാണ്. നമ്മൾ പ്രിപ്പയർ ചെയ്യണം, വണ്ടി നല്ല ട്യൂണപ്പ് ചെയ്ത് ഓയിൽ ചേഞ്ചെല്ലാം ചെയ്ത്. ഇതല്ലാതെയൊക്കെ ചെയ്യുന്ന ഫോളിഷ്നെസ്സാണ്. ഞാൻ ചെയ്ത ഫോളിഷ്നെസ്സാണ് ഞാൻ തന്നെ സമ്മതിക്കുന്നു. പ്രത്യേകിച്ചും പിന്നെ വീട്ടിൽ കയ്യിൽ അഡ്രസ്സൊക്കെ വെക്കണം. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ആപത്ത് പറ്റുകയാണെങ്കിൽ വേറെ ആൾക്ക് വന്നിട്ട് നമ്മുടെ വീട്ടിലേക്ക് ഫോൺ വിളിക്കാനോ അങ്ങനത്തെ. പിന്നെ കുറേ കാര്യം ആലോചിക്കണം. കുറേ സ്ഥലത്തൊന്നും സെൽഫോണൊന്നും ഇല്ല അവിടെ. അതൊക്കെ റിസ്ക്കാണ് അവിടെ. നമുക്ക് ഫോൺ കണക്ഷനുമില്ല. റോട്ടിലെ ചില സ്ഥലത്തൊക്കെ ഞാൻ ഒത്തിരി പ്രത്യേകിച്ചും പോർട്ട്ലാൻഡിൽ സ്ഥലത്ത് ഒരു ഹൈവേന്ന് ക്രോസ് ചെയ്ത് ഒരു റൂട്ട് എടുത്തത് ആരുമില്ല അവിടെ ആരുമില്ല. റോഡിൽ മാർക്കിംഗ് ഇല്ല, ഒരു ലൈറ്റില്ല, ഒന്നുമില്ല. അത് കംപ്ലീറ്റ് ക്രോസ് ചെയ്യുന്നവരെ മനസ്സിലൊരു സമാധാനം ഉണ്ടായിരുന്നില്ല. വാട്ട് ഇഫ് എന്തെങ്കിലും പറ്റി എന്ത് ചെയ്യുന്നു ഞാൻ. അതുകൊണ്ട് നന്നായി പ്രിപ്പയർ ചെയ്യണം. വെൽ പ്ലാൻഡ് ട്രിപ്പായിരിക്കും. അല്ലെങ്കിൽ എന്നോട് ഹാപ്പി ആയിരിക്കില്ല. എന്തെങ്കിലും സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പലപ്പോഴും ഒരുപാട് ദൂരം ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. ബട്ട് അതൊന്നും ഇങ്ങനെ ഒറ്റ ഇതിൽ ചെയ്യുമ്പോൾ പറ്റില്ല. ഒരു ആവശ്യം പ്ലാൻ ചെയ്യണം. എൻ്റെ പ്ലാൻ പ്രകാരം ഏകദേശം ഒരു 1000 കിലോമീറ്റർ ഒരു ദിവസം കവർ ചെയ്യണം എൻ്റെ ആഗ്രഹം. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് താമസിക്കും. പക്ഷേ ആവറേജ് അതൊന്നും കിട്ടില്ല. ചിലപ്പോൾ അതിലും കൂടുതൽ പോകും, ചിലപ്പോൾ കുറഞ്ഞു പോകും. എന്നാലും റഫ്ലി ഒരു ആവറേജ് എനിക്കൊരു ക്ലോസ് ടു 700 കിലോമീറ്റർ കവർ ചെയ്താലോ ഇതൊക്കെ അക്കംപ്ലിഷ് ചെയ്യാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. അപ്പോൾ അതിനു വേണ്ടി ഞാൻ പ്ലാൻ ചെയ്യും. ചിലപ്പോൾ ഞാൻ ചില സ്പീഡ് ലിമിറ്റൊക്കെ ക്രോസ് ചെയ്ത് പോകാറുണ്ട്. പോലീസ് ടിക്കറ്റും കിട്ടിയിട്ടുണ്ട്. ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ ഭക്ഷണത്തിന് വേണ്ടി അധികം നിർത്താറില്ല. അത് സമയം കുറേ പോകുന്ന പരിപാടിയാണ്. അതുകൊണ്ട് മിക്കവാറും കുറേ സ്ഥലത്തെല്ലാം ഭക്ഷണം ലഞ്ച് കഴിക്കുന്നത് ഡ്രൈവ് ചെയ്യുമ്പോൾ തന്നെയായിരിക്കും. അതുകൊണ്ട് പക്ഷേ ഏകദേശം പ്ലാൻ ചെയ്യണം. നമ്മൾ പോകുന്ന സ്ഥലത്ത് ഹോട്ടൽ ഉണ്ടോ എന്ന് താമസിക്കാനായിട്ട്. ചിലയിടത്തെല്ലാം എനിക്ക് എൻ്റെ ബന്ധുക്കളുണ്ടായിരുന്നു 1-2 സ്ഥലത്തെല്ലാം. അവരെ വീട്ടിൽ ഞാൻ താമസിച്ചു. പക്ഷേ യു ഹാവ് ടു പ്ലാൻ അഹെഡ് അഗെയിൻ. ഇപ്പോൾ സം ടൈം കുറേ ദൂരം പോയി ഒന്നും താമസിക്കുന്ന സ്ഥലം കിട്ടണമെന്നില്ല. നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതായിരുന്നു. ബട്ട് ഹോട്ടൽസ് ആർ എക്സ്പെൻസീവ്. എൻ്റെ ട്രിപ്പ് എല്ലാതും കംപ്ലീറ്റ് എൻ്റെ പോക്കറ്റിൽ നിന്ന് തന്നെയാണ്. യാതൊരു സ്പോൺസർഷിപ്പ് ഉണ്ടായിരുന്നില്ല. കംപ്ലീറ്റ് സ്വന്തം തന്നെയാണ് കൊടുത്തത്. ഞാൻ ഒരിക്കൽ ഒരു ലോങ് ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്, യൂറോപ്പ് കാണണമെന്ന്. യൂറോപ്പിൽ ഞാൻ 6 കൺട്രീസിൽ ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. വണ്ടി റെൻ്റ് ചെയ്തു. അവിടെ നിന്ന് ഫ്രാങ്ക്ഫർട്ടിൽ നിന്നാണ് ആരംഭിച്ചത് ആ ട്രിപ്പ്. ഫ്രാങ്ക്ഫർട്ടിൽ നിന്ന് ഹാംബർഗ് ജർമ്മനി പോയി. ജർമ്മനിയിൽ നിന്ന് സ്ട്രാസ്ബർഗ് ഫ്രാൻസിലേക്ക് പോയി. അവിടെ നിന്ന് സ്ട്രാസ്ബർഗ് ടു സ്വിറ്റ്സർലൻഡിൽ നിന്ന് ഇറ്റലി ക്രോസ് ചെയ്തു. ഇറ്റലിയിൽ നിന്ന് തിരിച്ച് ഒരു സിറ്റിയും കൂടി ഉണ്ടല്ലോ, തിരിച്ച് ഫ്രാങ്ക്ഫർട്ടിലേക്ക് പോയി. അതൊരു ഭയങ്കര ട്രിപ്പായിരുന്നു. അന്നത്തെ കാലത്ത് പിന്നെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ബോർഡറിലൊന്നും അവർ എല്ലാം പാർട്ട് ഓഫ് ദി യൂറോപ്യൻ യൂണിയനിലായിരുന്നു. വളരെ എക്സ്പെൻസീവ്. യൂറോപ്പ് വളരെ എക്സ്പെൻസീവ് ഞാൻ കണ്ടത്.
പിന്നെ ഞാൻ പല രാജ്യങ്ങളും ഓടിച്ചിട്ടുണ്ട് വണ്ടി. മെക്സിക്കോയിൽ ഓടിച്ചിട്ടുണ്ട്, യൂറോപ്പ് മുഴുവൻ, പിന്നെ ഇന്തോനേഷ്യ, തായ്ലൻഡ്, മലേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, ഇവിടെയൊക്കെ ഓടിച്ചിട്ടുണ്ട് ഞാൻ തന്നെ. അതെല്ലാം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഇവിടെ അരിസോണയിൽ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് ബ്രൂസ് കാനിയൻ എന്ന് പറഞ്ഞൊരു കാനിയനിൽ കാണാൻ പോയി. അവിടെ വണ്ടി പാർക്ക് ചെയ്തു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു വയസ്സായ കപ്പിൾ എൻ്റെ അടുത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു, ഓ ഐ നോട്ടീസ് യുവർ, നിങ്ങളുടെ ലൈസൻസ് പ്ലേറ്റ് ഞാൻ കണ്ടു, ഇത് കാനഡയിൽ നിന്ന് ഇത്ര ദൂരം വന്നിരിക്കുന്നു എന്ന് ചോദിച്ചു. എന്നിട്ട് അവർ തിരിച്ചു പോവാണ് കാനഡയിലേക്ക്. അപ്പോൾ എന്നോട് പറഞ്ഞു, എന്താ ചെയ്യാൻ പോണത് കഴിഞ്ഞ്. ഞാൻ പറഞ്ഞു, ഐ ജസ്റ്റ് ഹാവിങ് ഫൺ ഡ്രൈവിങ്. അപ്പോൾ അവർ പറഞ്ഞു, ഇതിനെപ്പറ്റി ഒരു ബുക്ക് എഴുതണം കേട്ടോ, ഇതിൽ ബി വെരി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ ബുക്കിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയത്. പ്ലാൻ ചെയ്യുന്നുണ്ട്, പക്ഷേ ചെയ്യാൻ പറ്റുമെന്ന് തീർച്ചയില്ല. പ്രായം കുറച്ച് കൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആൽബർട്ടയിൽ ഭാഗത്തേക്ക് ഒന്ന് ഡ്രൈവ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട് അടുത്ത പ്ലാൻ. പിന്നെ അലാസ്കയിൽ പോകണമെന്നുണ്ട്. അലാസ്കയിൽ ഞാൻ വലിയൊരു മിസ്റ്റേക്ക് ചെയ്തത്, ഞാൻ കാനഡയിൽ ആൽബർട്ടയിൽ ഭാഗത്ത് ഡ്രൈവ് ചെയ്യുമ്പോൾ അന്ന് പോകേണ്ടതായിരുന്നു അലാസ്ക. വളരെ അധികം ദൂരം ഉണ്ടായിരുന്നില്ല. ദൂരം എന്ന് പറഞ്ഞാൽ 6000 കിലോമീറ്റർ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ നിന്ന് പോകണമെങ്കിൽ 12,000 കിലോമീറ്റർ വൺ വേ ആകും. എന്നിട്ട് അത് ആഗ്രഹമുണ്ട്. പിന്നെ കൂടെ ഒരു കമ്പനിയിലുണ്ടെങ്കിൽ ചിലപ്പോൾ ചെയ്യും. ഒരു അഡ്വൈസ്, കൂടെ ഒരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ അത് വളരെ നല്ലതായിരുന്നു. കിട്ടിയിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യം കൊണ്ടും partner is very important, because you have to take a photo, you have to take notes. It's impossible for one person to do everything, while driving. That's the one thing. And your car should be, or vehicle, whatever you have, be in excellent condition. No, don't take chances. Make sure the oil change done, tune-up is done, and tires are in good condition. You have to be prepared for anything can happen on the road, So it's very important to take all these precautions, then it will be very pleasant, enjoyable trip, കേരളീയത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എന്തെങ്കിലും പുതുതായി കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, കേരളീയത്തിൻ്റെ ഭാഗമാകാൻ നിങ്ങൾക്കും താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എഴുതുക താഴെ പറയുന്ന ഇമെയിൽ അഡ്രസ്സിലേക്ക്. വീണ്ടും കാഴ്ചകളും വിശേഷമായി നമ്മൾ അടുത്ത ആഴ്ച കാണും, ഇതേ സമയം ഇതേ ദിവസം. Till then, it's Mika signing off.